ഒരായുധമുണ്ട്. ആ ആയുധം എന്താണെന്ന് അറിയാമോ? പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവമാണ്. ഈ അമലോത്ഭവത്തെ എടുത്തുകൊണ്ട് അമലോത്ഭവത്തിന്റെ നാമത്തിൽ പുരോഹിതനായ എന്റെ പൗരോഹിത്യ ബ്രഹ്മചര്യം പാലിക്കുവാൻ എന്റെ അമ്മയെ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാല് അമ്മ സഹായിക്കുമെന്ന് അച്ഛനോട് പറയുണ്ടായി. ആ വൈദികൻ ഞാൻ പറഞ്ഞ വാക്ക് എങ്ങനെയോ അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം പറയായിരുന്നു, പാപമോചനം പ്രാപിച്ച് ഞാൻ തിരിച്ചു പോയ രാത്രിയിൽ കിടന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴെല്ലാം എന്റെ ഹൃദയത്തിൽ എന്റെ മുമ്പില് അമല മനോഹരിയായ അമ്മ നിൽക്കുകയാണ്. പറയുന്നത് എന്താണെന്നറിയാമോ? നിന്റെ പൗരോഹിത്യത്തിന്റെ കവചം എന്റെ അമലോത്ഭവമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പൗരോഹിത്യത്തിന്റെ കവചം എന്റെ അമലോത്ഭവമാണ്. മക്കളെ, ഞാനിത് പറയുന്നതിനറിയാമോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വിശുദ്ധിയുടെ കവചം എന്തായിരിക്കണം എന്നറിയാമോ? മറിയത്തിന്റെ അമലോത്ഭവം. അപ്പോൾ മാതാവിന്റെ അമലോത്ഭവം എന്ന് പറയുന്നത് ഒരു സമയത്ത് അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ആഭരണമാണ് എങ്കിൽ മറുവശത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ശക്തമായ ഒരായുധമാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്, അതായത് ഇവിടെ പ്രത്യേകം നമ്മൾ കാണുന്നത് മാതാവ് അമലോത്ഭവമാണെന്നുള്ളത് സത്യം 9-ാം പീയൂസ് മാർപ്പാപ്പയാണ് 1854 4-ാം തീയതി 9-ാം പീയൂസ് മാർപ്പാപ്പയാണ് ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപനം ചെയ്യുന്നത്. ഇത് പ്രഖ്യാപനം ചെയ്യുമ്പോഴേ, ഈ വിശ്വാസ സത്യം പ്രഖ്യാപനം ചെയ്യുമ്പോഴേ ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? നേര് പറഞ്ഞേ. നേര് പറഞ്ഞില്ലേ താഴെ ബാബുവച്ചനെ കൊണ്ട് പോയി സംസാരിക്കേണ്ടി വരും. നിങ്ങൾ ഉറക്കം തോന്നുന്ന വീഡിയോയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോക്കാരൻ വന്നിരിക്കുന്നത്. അപ്പൊ 1854 9-ാം പീയൂസ് മാർപ്പാപ്പ എന്ത് ചെയ്തു? ഇതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപനം ചെയ്തു. 1856 ലൂർദിൽ വെച്ച് പരിശുദ്ധ മറിയം ബെർണദീത്ത എന്ന ആ ബാലികയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോഴേ ഈ ബെർണദീത്ത ഒരു ചട്ടുകാരിയായിരുന്നു. അതാണ് ഞാൻ പലപ്പോഴും ബേബിയെ കാണുമ്പോൾ ഓർക്കും, എന്റെ അമ്മയെ നീ ബേബിക്ക് പ്രത്യക്ഷപ്പെടുവോ? ലൂർദിൽ വെച്ച് ആ പലൊരു ചട്ടുകാരിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇതേ ഇവിടെ ബേബിക്ക് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് നീ ഇവിടെ പ്രത്യക്ഷപ്പെടുവോ? മാതാവ് എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ആർക്കൊക്കെയാണെന്നറിയാമോ? ഒരു രൂപമില്ലാത്തവരെ, ഒരു ഭംഗിയില്ലാത്തവരെ, ചട്ടുകാരന്മാരെ, പൊട്ടന്മാരെ, ചെകിടന്മാരെ, ഇവർക്കെല്ലാമേ മാതാവ് പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ നോക്കുക, മാതാവ് ബെർണദീത്ത എന്ന് പേരുള്ള ആ സ്ത്രീക്ക്, ആ പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒരിക്കലെ വികാരിച്ചതിന്റെ അടുക്ക ചെന്ന് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു കന്യക പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു മാതാവ് എന്നൊക്കെ അവൾ പറഞ്ഞപ്പോഴത്തേന് അച്ഛൻ നീ ഒരു കാര്യം ചെയ്യേ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ കന്യക വരുമ്പോൾ, സ്ത്രീ വരുമ്പോൾ നീ ചോദിക്കണം, നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കാൻ. അപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥനയൊക്കെ ചെല്ലിച്ച് ഈശോ എന്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് പോകാൻ തുടങ്ങിയപ്പോഴത്തേനാണ് ബെർണദീത്ത ഈ കാര്യം പറയുന്നത്. അയ്യോ, അച്ഛൻ ചോദിച്ചപ്പോലെ അച്ഛനോട് കാര്യം പറഞ്ഞില്ല, നിന്റെ പേരെന്താണെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ പറഞ്ഞു, അയ്യോ അമ്മേ നിന്നെ ഒരു കാര്യം പറയാൻ ചോദിക്കട്ടെ. എന്താ? അപ്പൊ ചോദിച്ചു, അമ്മേ നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? അമ്മ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഐ ആം ദ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, ഞാൻ അമലോത്ഭവമാകുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ സൂര്യൻ 1000 സൂര്യൻ പ്രകാശിച്ചാൽ എന്ന പോലെയുള്ള വലിയൊരു പ്രകാശം അവിടെ വന്ന് നിറയുകയാണ്. മാതാവിന്റെ അമലോത്ഭവ സത്യത്തെ അംഗീകരിച്ച നമുക്കൊരു കൂടി കൈയടിച്ച് ശരിക്കും മാതാവിന്റെ രണ്ടാമത്തെ ആഭരണം എന്താണെന്നറിയാമോ? രണ്ടാമത്തെ ആഭരണം, അമ്മയുടെ രണ്ടാമത്തെ ആഭരണമാണ് അമ്മയുടെ ദൈവമാതൃത്വം. പ്രൈസ് ദി ലോർഡ്. അമ്മ ദൈവത്തിന്റെ അമ്മയായി മാറി എന്നുള്ളതാണ്. ദൈവത്തിന്റെ അമ്മയായി, ഈശോയുടെ മാതാവായി തീർന്നു. ദൈവമാതൃത്വം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ലഭിച്ച അതുല്യമായ ഒരു അനുഗ്രഹമാണ്. അതുല്യമായ ഒരു അനുഗ്രഹമാണ്. നമ്മൾ മനുഷ്യർക്ക് ജന്മം കൊടുക്കുന്നു, മൃഗങ്ങൾ അതിന്റെ മക്കൾക്ക് ജന്മം കൊടുക്കുന്നു. എന്നാൽ ഇതാ ഇവിടെ ദൈവകുമാരന് ജന്മം കൊടുക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ആരെയാണ്? പരിശുദ്ധ മറിയത്തെ. നന്മ നിറഞ്ഞവള്, അതാണ് നന്മ നിറഞ്ഞവളാണ് അമ്മ. നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയേൽ മാലാഖ എന്തെന്നറിയാമോ? ഗബ്രിയേൽ മാലാഖ മറിയത്തെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. മക്കളെ പ്രത്യേകം ഓർക്കേണ്ട കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമുക്ക് നല്ല നല്ല മക്കൾ ഉണ്ടാകണമെങ്കിൽ, ദൈവമക്കൾ നമുക്കുണ്ടാകണമെങ്കിൽ വിവാഹിതരായ നിങ്ങൾ നന്മ കൊണ്ട് നിറഞ്ഞവരായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നന്മ കൊണ്ട്, നന്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം,
ദൈവത്തിന്റെ സ്നേഹവും കരുണയും കൃപയുമെല്ലാം തികഞ്ഞതാണ് ആ നന്മ എന്ന് പറയുന്നത്. അപ്പോഴ് നന്മ കൊണ്ട് നിറഞ്ഞവളെ, നന്മ നിറഞ്ഞവളെ എന്നാണ്. അപ്പൊ ഈ നന്മ നിറഞ്ഞവൾക്ക് ദൈവത്തിന്റെ അമ്മയായി തീരാൻ സാധിച്ചു. അതാണ് വാസ്തവം പറഞ്ഞാല് മാതാവിന്റെ ഈ ദൈവ മാതൃത്വത്തിൽ നിന്നാണ് വാസ്തവത്തിൽ മറ്റെല്ലാ കൃപകളും ഒഴുകി വരുന്നത്. ഞാൻ വിളിക്കുന്ന പരിശുദ്ധ മറിയം, ഞാൻ ആരാധിക്കുന്ന പരിശുദ്ധ മറിയം, അതെ ആരാധിക്കുന്ന പരിശുദ്ധ മറിയം. എല്ലാ ആരാധനയും ആർക്കാ കൊടുക്കേണ്ടത്? ദൈവത്തിനാണ്. എന്നാല് അമ്മയ്ക്ക് ആരാധന എന്ന് പറയുമ്പോഴേ അമ്മയുടെ മനസ്സും ഹൃദയവും അമ്മയുടെ ജീവനും രക്തവും അമ്മയുടെ നോട്ടവും സംസാരവും എല്ലാം ദൈവത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ അമ്മയ്ക്ക് നമ്മൾ ആരാധന അർപ്പിക്കുമ്പോഴേ ആരാധന എവിടെയാണ് ചെല്ലുന്നത്? ദൈവത്തിന് തന്നെയാണ്. അപ്പൊ അമ്മയുടെ ആ ദൈവമാതൃത്വം രണ്ടാമത്തെ ഒരു ആഭരണമാണ്. മൂന്നാമത്തെ ഒരു ആഭരണം എന്ന് അറിയാമോ? മറിയത്തിന്റെ നിത്യകന്യത്വം. അമ്മ ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പും ഈശോയ്ക്ക് ജന്മം കൊടുത്തതിന് ശേഷവും എല്ലാം ആരായിരുന്നു? അമ്മ കന്യകയായിരുന്നു. അമ്മയുടെ കന്യകാത്വത്തിന് ഒരു ഭംഗവും വന്നില്ല. പ്രൈസ് ദി ലോർഡ്. കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്ന് പാടിക്കേ. ആവേ ഒരിക്കലും കൂടി ആവേ 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 മറിയ ആവേ ആവേ. മറിയത്തിന്റെ നിത്യകന്യാത്വം അത് ഇന്നും നമുക്ക് എല്ലാവർക്കും ഒരു ശക്തിയാണ്. ഞാൻ പറയുമ്പോഴേ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നിത്യകന്യകയായി ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിതരുണ്ട്. വൈദികര് സമർപ്പിതർ എവിടൊക്കെയുണ്ടല്ലോ നിത്യം ബ്രഹ്മചാരികളായിരിക്കുന്നുള്ളതാണ്. വിവാഹ ജീവിതത്തിലുണ്ട് ഒരു കന്യാത്വമുണ്ട്, ഒരു ബ്രഹ്മചര്യമുണ്ട്. അപ്പോൾ വിവാഹ ജീവിതത്തിലെ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവും എൻ്റെ ഭാര്യയും തമ്മിലുള്ളതായ ആ ബന്ധത്തിന് അപ്പുറത്ത് ഒരിക്കൽ പോലും ഒരു ഭംഗം വരുത്താതുള്ളതായ ആ ചൈതന്യമാണ്. ആ ഒരു ബ്രഹ്മചര്യം വിവാഹിതരായ വ്യക്തികൾക്കുണ്ട്. വിവാഹം കഴിഞ്ഞ് ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചുപോയി, അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അങ്ങനെ മരിച്ചുപോയി എങ്കിൽ ഇനിയുള്ള അവരുടെ ജീവിതം എന്തായിരിക്കണം അറിയാമോ? അത് കന്യത്വത്തിന്റെ ബ്രഹ്മചര്യത്തിന്റെ ജീവിതമായിരിക്കട്ടെ. ഈശോയ്ക്ക് വേണ്ടിയുള്ള ബ്രഹ്മചര്യത്തിന്റെ ജീവിതമായിരിക്കട്ടെ. കന്യത്വം പോലെ ശോഭിക്കുന്ന വേറെ പുണ്യമില്ല. പ്രൈസ് ദി ലോർഡ്. കന്യത്വം പോലെ ശോഭിക്കുന്ന വേറെ പുണ്യമില്ല. ഒരിക്കലും ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഓർക്കുന്നുണ്ട്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി സിസ്റ്റേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സ് പഠിപ്പിക്കുമ്പോഴേ ആ സിസ്റ്ററിന്റെ ക്ലാസ് കേൾക്കാനായിട്ട് വളരെ രസമാണ്, വളരെ ഇഷ്ടമാണ്. ഈ സിസ്റ്റർ പഠിപ്പിക്കുന്ന ക്ലാസ് പെട്ടെന്ന് മനസ്സിലാകുന്നു. ഈ സിസ്റ്റർ ക്ലാസ് മാത്രമല്ല, പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. എന്താണ് കഴിച്ചതെന്ന് വരെ ചോദിക്കുന്നു. ക്ലാസ്സിൽ നിന്ന് ഉറങ്ങുന്ന കുട്ടിയോട് ചോദിക്കുന്നു, എന്താണ് ഉറങ്ങുന്നത് ചോദിക്കുന്നു. അമ്മയോട് പോലും പറയാൻ പറ്റാത്തതായ കാര്യം അവന് ഈ സിസ്റ്ററിനോട് പറഞ്ഞിട്ട് ഷെയർ ചെയ്തുകൊണ്ട് പങ്കുവെച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് വിശക്കുന്നു, രാവിലെ എനിക്ക് ഭക്ഷണം കിട്ടിയില്ല, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ രാത്രിയിലും ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയുമ്പോഴേ ഈ സിസ്റ്റർ ക്ലാസിന്റെ ഇടയിൽ വെച്ച് തന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് അടുത്തുള്ള മഠത്തിലേക്ക് പോയി മദറിനോട് പറയാണ്, മദറെ ഈ കൊച്ചിന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയാണ്. ഇതൊരു പുണ്യവതിയല്ലേ? അങ്ങനെ അദ്ദേഹം ആ കുമ്പസാരിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റങ്ങ് പോകുമ്പോൾ കസേരയിൽ എഴുന്നേറ്റ് പോയി. ഈ വ്യക്തിക്ക് വളരെയേറെ വിഷമമായി, വേദനയായി. അപ്പോൾ ഇവിടെ ഈ വ്യക്തി വളരെയേറെ വേദനിച്ച് അങ്ങ് നിൽക്കുമ്പോഴാണ് ഒരു കൂട്ടുകാരൻ, അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരൻ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, താനെന്നാ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ ചോദിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ എന്നറിയാമോ, അദ്ദേഹം പറഞ്ഞെന്താ ഇത്രയാണ്, നീ എൻ്റെ അങ്ങേപ്പുറം ഒരു അച്ഛൻ ഇരിപ്പുണ്ട്, അവിടെ ചെന്ന് അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞു. അവിടെ ഒരു അച്ഛൻ ഇരിപ്പുണ്ട്, അച്ഛനൊക്കെ ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇദ്ദേഹം ആകപ്പാടെ ശംഖ് പൊട്ടിയിരിക്കുകയാണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ വേറെ ഏറ് കിട്ടുമെന്ന് ഓർത്ത് പേടിച്ച് അതങ്ങനെ ചെന്ന് ഇങ്ങനെ 2-3 ഞൊട്ടയൊക്കെ വെട്ടി ഞൊട്ടയെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഒരു ആട്ടമായി ഇങ്ങനെ അച്ഛൻ ചോദിച്ചു, താൻ അവിടെ നിന്ന് അടുത്ത് ചോദിച്ചു. അല്ല അച്ഛൻ ഇന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചു.
വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയാൻ പറയുകയാണേ, എടാ നിനക്ക് പാപമോചനം തരാൻ ആ അച്ഛൻ ഈശോയുടെ നാമത്തിലിരിക്കുന്ന അച്ഛന് സാധിക്കുന്നില്ലെങ്കിൽ എടാ നിനക്കൊരമ്മയുണ്ടടാ എന്ന് പറഞ്ഞു. നിനക്ക് ഒരമ്മയുണ്ട്, ദൈവത്തിൻ്റെ ഈശോയുടെ അമ്മയുടെ അടുക്കൽ നീ പറഞ്ഞാൽ മതി, എന്നിട്ട് മാതാവിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മയുണ്ടല്ലോ മോനെ, ഈശോ ഉപേക്ഷിച്ചാൽ പോലും ഈ അമ്മ നിന്നെ സ്വീകരിക്കും. അവൾ ദൈവത്തിൻ്റെ മാതാവാണ്, അതോടൊപ്പം തന്നെ നമ്മുടെയും മാതാവാണ്. ഇതൊരായുധമാണ്, ഇതൊരായുധമാണ്. എന്താണെന്നറിയാവോ, എനിക്ക് പാപമോചനം കിട്ടിയില്ല എന്ന് തോന്നുമ്പോൾ പോലും എനിക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ ഒരു അമ്മയുണ്ട്. ദൈവത്തിന്റെ മാതാവ് എന്റെയും മാതാവാണ്. നമ്മൾ കണ്ടില്ലേ, ഇന്ന് അച്ഛൻ പറഞ്ഞില്ലേ, അതന്നെ യോഹന്നാൻ മറിയത്തെ ആരായി സ്വീകരിച്ചു? തന്റെ ഭവനത്തിൽ, തന്റെ വീട്ടിൽ അമ്മയായി സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ നമുക്കൊരമ്മയുണ്ട്. ഈശോ എനിക്ക് മോചനം തരുന്ന ഈശോയുടെ നാമത്തില് ആ പുരോഹിതൻ എനിക്ക് മോചനം നൽകിയില്ല എങ്കിൽ എൻ്റെ അമ്മ ഉണ്ട്. എൻ്റെ അമ്മ ദൈവത്തിൻ്റെയും അമ്മയാണ്. ഈ അമ്മ എൻ്റെ മധ്യസ്ഥയാണ്. അമ്മ പറയുന്ന ഒന്നും ഈശോ തിരസ്കരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മ പറയുന്ന ഒന്നും തിരസ്കരിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വലുതൊരു വ്യക്തി പിടിച്ചേ, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, അതാണ് ആയുധം, അതാണ് ആയുധം. ആരെല്ലാം നമ്മെ തള്ളിപ്പറഞ്ഞാലും, എത്രയെല്ലാം പാപത്തിലേക്ക് നമ്മളെ വലിച്ചെറിഞ്ഞാലും, ആർക്കെല്ലാം നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാലും, അന്ത്യവിധിയുടെ നിമിഷത്തിൽ അന്ത്യവിധിയുടെ വിധിയാളനായ ഈശോ വരുമെന്നുള്ള പേടി എന്റെ ഹൃദയത്തിലുണ്ടെങ്കിലും എനിക്ക് മാതൃത്വം കൊണ്ട് വളരെ ഊഷ്മളമായ ഹൃദയമുള്ള ഒരു അമ്മയുണ്ട്. ആ അമ്മ ഈശോയുടേതും അമ്മയാണ്. അപ്പൊ ദൈവമാതൃത്വം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? എന്റെ രക്ഷയുടെ രണ്ടാമത്തെ ആയുധമാണ്. പ്രൈസ് ലോർഡ്. ശക്തമായി ഒന്ന് കൈയടിച്ച് ഈ രണ്ടാമത്തെ ആയുധം ഒന്ന് സ്വീകരിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അതുപോലെ തന്നെ നിത്യ കന്യത്വം, മാതാവിന്റെ കന്യത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയുടെ മൂന്നാമത്തെ ഒരു ആയുധമായി പരിശുദ്ധ അമ്മയുടെ ആഭരണമാണ്. അതേ സമയത്ത് മക്കളായ നമുക്ക് അതൊരു ആയുധമാണ്. അമ്മയുടെ ആ നിത്യ കന്യത്വം. നമ്മളെ മക്കളെ, നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നത് നമ്മുടെ ആ വിശുദ്ധിയാണ്. പ്രൈസ് ലോർഡ്. വിശുദ്ധിയാണ് നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി, ഈ ജീവിതത്തിലെ ആ വിശുദ്ധിയെ അഭംഗരം കാത്തു സൂക്ഷിക്കുവാൻ, ആ നമ്മുടെ കന്യാത്വം, നമ്മുടെ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുവാൻ അമ്മയെ പോലെ നമ്മെ സഹായിക്കുവാൻ വേറെ ആരുമില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അമ്മയെ, നിത്യകന്യകയായ അമ്മ എന്തുമാത്രം വിശ്വസ്തത അമ്മയെ അമ്മ പരിശുദ്ധാത്മാവിനോടും പിതാവായ ദൈവത്തോടും ഈശോയോടും പുലർത്തിയോ, അതേ ആ കന്യത്വത്തിന്റെ പരിശുദ്ധിയുടെ പ്രകാശം അമ്മയെ എനിക്കും തരണമേ. നമുക്ക് പ്രാർത്ഥിക്കണം, എനിക്കും തരണം. ആ നിത്യബ്രഹ്മചര്യത്തിന്റെ, നിത്യകന്യത്വത്തിന്റെ ഒരംശം എന്റെ അമ്മയെ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചാല് അമ്മ എന്ത് ചെയ്യാമോ? ആ നിത്യകന്യത്വത്തിന്റെ വിലയേറിയ വസ്ത്രം നമ്മെ ധരിപ്പിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ആവേ, 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 അമ്മയുടെ മൂന്ന് വിശിഷ്ടമായ ആഭരണങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്താണ്? അമലോത്ഭവത്തിന്റെ അമലോത്ഭവം, അത് നമുക്കൊരായുധമാണ്. 2, അമ്മയുടെ ദൈവ മാതൃത്വം, അതൊരു ആഭരണം, അമ്മയുടെ ആ മൂല്യം വർദ്ധിപ്പിക്കുന്നതാണ്. 3-ാമത്തെ ഒരു പോയിന്റ് എന്താണ്? അമ്മയുടെ നിത്യ കന്യത്വം, അതും നമുക്കൊരായുധമാണ്. അമ്മയുടെ നിത്യ ബ്രഹ്മചര്യത്തിന്റെ, കന്യത്വത്തിന്റെ ആ പ്രകാശത്തിന്റെ ഒരു നാളം, ഒരു കിരണം മാത്രം മതി ഞാൻ പ്രകാശിക്കാൻ. പ്രൈസ് ലോർഡ്. സൂര്യനെ പോലെ എന്റെ ആത്മാവ് പ്രകാശിക്കുവാൻ, സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ എന്റെ മനസ്സ് പ്രകാശിക്കുവാൻ അമ്മയുടെ നിത്യ കന്യത്വത്തിന്റെ ഒരു തിരിനാളം എനിക്ക് കിട്ടിയാൽ മതി, അത് ധാരാളം മതി എന്നുള്ളതാണ്. 4-ാമത്തെ ഒരു കാര്യമാണ്, പരിശുദ്ധ അമ്മയുടെ ആഭരണമാണ്. അമ്മ എന്ന് പറയുന്നവൾ ആരെന്നറിയാമോ? സഹരക്ഷകയാണ്. സഹരക്ഷക, അമ്മയുടെ ആ സഹരക്ഷക സ്ഥാനം. അമ്മ ആ രക്ഷകയായി തീർന്നു ഈശോയുടെ കൂട്ടത്തിൽ തന്നെയാണ്. ഈശോയുടെ കൂട്ടത്തിൽ പീഡകളും മുഴുവനും അമ്മ തന്റെ ആത്മാവിലേക്കും ശരീരത്തിലേക്കും മനസ്സിലേക്കും എല്ലാം ഏറ്റെടുക്കുകയാണ്. ഒരിക്കലും ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മയുടെ ആ ദർശനം കിട്ടി.
ആ ദർശനത്തില് അമ്മ റോസ മിസ്റ്റിക്ക മാതാവിന്റെ കണ്ണിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അവിടെ ഈ മകൻ ചോദിക്കുന്നുണ്ട്, അമ്മേ നിന്റെ കണ്ണിലൂടെ രക്തം ഒഴുകുന്നുണ്ടല്ലോ, കണ്ണ് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ അമ്മ പറയുന്നത് അറിയാമോ, നിങ്ങളൊക്കെ അനുഭവിക്കുവാനിരിക്കുന്ന യുഗാന്ത്യത്തില് മനുഷ്യ മക്കൾ അനുഭവിക്കാനിരിക്കുന്ന കഠോരമായ പീഡകളെല്ലാം ഞാൻ ഇപ്പോൾ തന്നെ കണ്ടുകൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങളല്ല, രക്തമാണ് പൊട്ടിയൊഴുകുന്നത്. ആ രക്തത്തോടുകൂടി എന്റെ കണ്ണുകളും അലിഞ്ഞില്ലാതായി തീർന്നിരിക്കുന്നു എന്ന്. നോക്കിക്കേ, അമ്മ നമ്മുടെ വേദന ഏറ്റെടുക്കുകയാണ്. ഈശോ അനുഭവിച്ച വേദന മുഴുവൻ ഗെത്സമനിയിലെ ഈശോ രക്തം ഉയർക്കുന്ന നിമിഷം, അതിനെക്കുറിച്ച് മരിയ വാഴ്ത്തോത്തായ പോലെയുള്ളതായ ആ ദർശനം കിട്ടിയ ആളുകൾ പറയുന്നുണ്ട്. ആ രംഗത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോഴേ ആ രാത്രിയില് അമ്മ കിടന്ന മുറിയിൽ വളരെയേറെ ഞരുക്കങ്ങൾ കേൾക്കുകയാണ്, നെടുനിശ്വാസങ്ങൾ, ഞരക്കങ്ങൾ ഇതെല്ലാം കേൾക്കുകയാണ്. എന്ന് പറഞ്ഞാല് ഈശോ രക്തം ഉയർക്കുന്ന ആ വേദന മുഴുവനും അമ്മ ആ സമയം തന്നെ അമ്മയുടെ ശരീരത്തിൽ, ഹൃദയത്തിൽ അനുഭവിക്കുകയായിരുന്നു. സഹരക്ഷകയായി തീർന്ന അമ്മ ഈശോ തന്റെ ശരീരത്തിൽ അനുഭവിച്ച വേദന മുഴുവനും തന്നിലേക്ക് ഏറ്റെടുത്തു. നാം കാണുന്നില്ലേ, കുരിശിൻ ചൂട്ടിൽ നിൽക്കുന്ന അമ്മ, ആ കുരിശിൻ ചൂട്ടിൽ നിൽക്കുന്ന അമ്മ കുരിശിൽ കിടന്ന് പിടയുന്ന ഈശോയേക്കാൾ കൂടുതലായിട്ട് വേദന അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെ കുരിശിൽ മരിച്ച ഈശോയുടെ മൃതശരീരം മടിയിൽ കിടത്തി അമ്മ അനുഭവിക്കുന്ന വേദനയാണ്. അപ്പോൾ അമ്മ സഹരക്ഷകയായി തീർന്ന അമ്മയുണ്ടല്ലോ മക്കളെ, അതുവഴി ദൈവം അമ്മയെ ബഹുമാനിക്കുകയായിരുന്നു. അമ്മയ്ക്ക് വലിയൊരു അനുഗ്രഹമായി, അമ്മയ്ക്ക് വലിയൊരു ആഭരണമായി കൊടുത്തുവെങ്കിൽ അത് നമ്മുടെ എത്രാമത്തെ ആയുധമാണ്? നാലാമത്തെ ആയുധമാണ്. ഇവിടെ ഉണ്ടല്ലോ മക്കളെ, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ആദരം കൊണ്ട് ഏറ്റുപറയുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുമെന്ന് റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 9-10 തിരുവചനം പറയുന്നില്ലേ? ആകാശത്തിന് കീഴെ രക്ഷയ്ക്ക് വേണ്ടി ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല, കർത്താവായ മിശിഹായുടെ നാമമല്ലാതെ വേറൊരു നാമമില്ല എന്ന് പറയുമ്പോൾ ഈശോ രക്ഷകൻ എന്നുള്ള നാമമാണ്. ഈശോ ഏകരക്ഷകനാണ്, രക്ഷയുടെ കർത്താവാണ് ഈശോ. എന്നാൽ മറിയമാകട്ടെ സഹരക്ഷകയായ മറിയം. ഈ മറിയത്തെ കുറിച്ച് പറയുന്നുണ്ട്, അമ്മേ ആരെല്ലാം വാസ്തവം പറഞ്ഞാല് രക്ഷകനായ ഈശോ എനിക്ക് രക്ഷ തരും എന്നുള്ളതിന് സംശയമില്ല. അപ്പൊ ഒരു കുടിയനാണ് കുടിച്ച് ആ ലെക്ക് കെട്ട് അയാളെ പുരോഹിതന്മാരെല്ലാം തെറിയും പറഞ്ഞ് ചീറ്റയും പറഞ്ഞ് ഒരിക്കലും അച്ഛന്റെ മുറിയിൽ ചെന്നു. അച്ഛൻ പറഞ്ഞാൽ നീ കിണറ്റിൽ വീണ് കാലൊടിയോടാന്ന് പറഞ്ഞു. നീ കിണറ്റിൽ വീണ് കാലൊടിയെന്ന് പറഞ്ഞു. ഈ അച്ഛന്മാരുടെ ശാപം കിട്ടിയാൽ അങ്ങനെയൊക്കെയാണ്. അപ്പോഴേ അച്ഛന്റെ ഈ ശാപം കേട്ടപ്പം അടുക്കൽ ഇരുന്ന ആൾ പറഞ്ഞു, എന്റെ പൊന്നച്ഛൻ അങ്ങനെ അറിവില്ലായോണ്ട് പറഞ്ഞല്ലേ എന്നാലും. അപ്പൊ അച്ഛൻ പറഞ്ഞു, അയ്യോ എന്നാ ഈശോയെ ഞാൻ പിൻവലിച്ചിരിക്കുന്നു പറഞ്ഞു. എന്നാ ഈശോയെ ഞാൻ പിൻവലിച്ചു. പക്ഷെ അച്ഛൻ പിൻവലിച്ചു, ഈശോ പിൻവലിച്ചില്ല. പിറ്റേ ദിവസം ഇവൻ കുടിയെല്ലാം കഴിഞ്ഞ് ഇതുപോലെ തന്നെ ചീത്തയെ പറഞ്ഞ് തെറിയെല്ലാം പറഞ്ഞ് വീണ് എന്നിട്ട് റബ്ബർ തോട്ടത്തിൽ കൂടെ പോകുമ്പോഴാണ് ഒരു പൊട്ടക്കിണറ്റിൽ വീണു, 2 കാല് ഒടിഞ്ഞു. അപ്പൊ നോക്കിക്കേ, അപ്പൊ അച്ഛൻ പറഞ്ഞു നീ കിണറ്റിൽ വീണ് 2 കാല് ഒടിയെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഭവിച്ചു. അപ്പൊ കൂട്ടുകാരന് ആള് പറയുകയും ചെയ്തു, അച്ഛൻ അവൻ പാവമാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, പൊള്ള ഞാൻ ക്ഷമിച്ചിരിക്കുന്നില്ല പറഞ്ഞാൽ ശരി, ഈശോ ക്ഷമിച്ചോ. അതുകൊണ്ട് അവൻ വീട് കാലൊടിഞ്ഞു. ആശുപത്രി ചെന്നപ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞു അച്ഛൻ ഒത്തിരി സങ്കടമായി. അച്ഛൻ ഓടി ആശുപത്രി ചെന്നപ്പോഴേ ഇവൻ പറഞ്ഞ എന്താ അറിയാമോ, അച്ഛൻ എന്നെ ശപിച്ചാലും ഈശോ എന്നെ തള്ളി പറഞ്ഞാലും, എന്നിട്ട് അച്ഛനോട് പറഞ്ഞല്ലോ ക്ഷമിച്ചെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് ഈശോ എന്നോട് ക്ഷമിച്ചില്ല. പക്ഷെ എനിക്ക് അമ്മയുണ്ട്, മാതാവ്. നോക്കി ആ കുടിയന്റെ ബോധം കണ്ടില്ലേ? ആ കുടിയന്റെ ബോധം, ഈശോ എന്നെ തള്ളി കിണറ്റിലിട്ട് എന്റെ കാലൊടിച്ചാലും ശരി, അവൻ ആ കാല് കൊണ്ട് പ്ലാസ്റ്ററിട്ട കൈ കൊണ്ട് പ്ലാസ്റ്ററിട്ട 2 കാലിലും തട്ടിക്കൊണ്ട് പറയാണ്, ഈശോയെ നീ എന്റെ കാലൊടിച്ചാലും സഹരക്ഷയായ മാതാവ് എനിക്കുണ്ട്. പ്രൈസ് ലോർഡ്. ശക്തമായി ഒന്ന് കൈയടിച്ച്. അപ്പോഴേ മറിയം, സഹരക്ഷയായ മറിയം എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? അത് നമുക്കൊരായുധമാണ്. പ്രൈസ് ലോർഡ്. നമുക്കൊരായുധമാണ് മക്കളെ. ഈ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഈ ആയുധങ്ങള് ഇതാണ് കത്തോലിക്കരായ ക്രിസ്ത്യാനികളായ നമ്മുടെ ശക്തി. ഇതാണ് നമുക്കുണ്ടല്ലോ മക്കളെ. ഈ ലോകത്തിലൊന്നും നമ്മൾ തിരസ്കരിക്കപ്പെടേണ്ടവരല്ല. ദൈവം പോലും നമ്മെ തിരസ്കരിക്കില്ല. കാരണം എന്താ അറിയാമോ? മറിയം
അമ്മ നമ്മുടെ അടുക്കലുണ്ട്. സഹരക്ഷകയായി, നിത്യകന്യകയായി, ദൈവത്തിന്റെ മാതാവായി, അമലോത്ഭവമായി നമ്മുടെ അരികിലുണ്ട്. ഇതാണ് വാസ്തവം പറഞ്ഞാല് നമ്മുടെ ശക്തി. അഞ്ചാമത്തെ ഒരു ആയുധം എന്ന് പറയുന്നത് അറിയാമോ? അഞ്ചാമത്തെ ഒരു ആയുധമാണ് അമ്മയുടെ വലിയ ഒരാഭരണമാണ് അമ്മയുടെ സ്വർഗാരോപണം എന്ന് പറയുന്നത്. സ്വർഗാരോപണം എന്ത് മഹത്വമാണ് നോക്കിക്കേ. ആത്മശരീരത്തോടു കൂടി പരിശുദ്ധാത്മാവ് അമ്മയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മാലാഖമാരുടെ അകമ്പടിയോടുകൂടി, സകല മാലാഖമാരുടെ അകമ്പടിയോടുകൂടി, വാനാരൂപികളോടുകൂടി പരിശുദ്ധാത്മാവ് മറിയത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് നമുക്കൊരു വലിയ ആയുധമാണ്. എന്താണെന്നറിയാമോ? മറിയത്തിന് അതൊരു ആഭരണമാണ് എങ്കിൽ മറിയത്തിന്റെ സ്വർഗാരോപണം എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാമോ? നമുക്കൊരു ശക്തിയാണ്. കാരണം എന്താ ചോദിച്ചാല്, മറിയം ഈ ലോകത്തില് ഈശോയ്ക്ക് വേണ്ടി പീഡകളും കഷ്ടതകളും എല്ലാം അനുഭവിച്ച മറിയത്തെയാണ് മാലാഖമാരോടുകൂടി അകപ്പടിയോടുകൂടി പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കില് ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും, ഈ ലോകത്തിന്റെ വേദനകളും, ഈ ലോകത്തിന്റെ സങ്കടങ്ങളും, ദുഃഖങ്ങളും, ക്ലേശങ്ങളും, അരിഷ്ടതകളും, ഭീഷണികളും, ഞെരുക്കങ്ങളും എല്ലാം യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവോട് ചേർന്നും അമ്മയോട് ചേർന്ന് ഞാൻ സഹിച്ചാല് ഈ സഹനങ്ങൾ എന്റെ സ്വർഗാരോപണത്തിന്റെ രഹസ്യമായി മാറും. പ്രൈസ് ദി ലോർഡ്. ശക്തമായി ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോഴ് അമ്മയുടെ സ്വർഗാരോപണ മഹത്വം എന്ന് പറയുന്നത് അമ്മയ്ക്കൊരു നിധിയായിരിക്കുന്നത് പോലെ എനിക്ക് എന്താണെന്നറിയാമോ? എനിക്കിതൊരു ശക്തമായ ഒരു ആയുധമാണ്. ശക്തമായ ഒരായുധമാണ്. കഷ്ടപ്പാടുകളും തകർച്ചകളും എല്ലാവർക്കും ഉണ്ടാകും. പീഡകളും ഞെരുക്കങ്ങളും ഉണ്ടാകും. ഒരിക്കല് ഒരു സ്ത്രീ പറഞ്ഞ പോലെ 30 വർഷമായി ഞാൻ ഈ ഭർത്താവിന്റെ കൂട്ടത്തില് മദ്യപാനിയായ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ ഞാന് കട്ടിലിൽ കാണുന്നത് ആരെയാണെന്ന് അറിയാമോ? കിടക്കയിൽ കാണുന്ന ആരെയെന്നറിയാമോ? ലെക്ക് കെട്ട് ഛർദിക്കുന്ന ഒരു ഭർത്താവിനെയാണ്. ലെക്ക് കെട്ട് ഛർദിക്കുന്ന ഒരു ഭർത്താവിനെയാണ്. എന്നിട്ടും ഞാൻ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞില്ല. ഇന്ന് വരെ ഞാൻ പീഡകളും കഷ്ടതകളും എല്ലാം അനുഭവിക്കുന്ന വ്യക്തിയാണ്. ആ സ്ത്രീ പറയുന്നറിയാം, ആ സ്ത്രീയോട് ഇങ്ങനെ പറയുമ്പോ പറയാണ്, നീ ഒരു മാസം പറഞ്ഞാല് നിന്റെ ഈ സഹനങ്ങളും കഷ്ടതകളും എല്ലാം നീ മനസ്സിലാക്കുന്നത്, അതിന്റെ മൂല്യം മനസ്സിലാക്കുന്നത് സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോഴാണ്. സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോഴാണ് അവിടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചൈതന്യം. പരിശുദ്ധ അമ്മ സ്വർഗാരോപണത്തിന്റെ ചൈതന്യം അനുഭവിച്ച അമ്മയുടേതുപോലുള്ള ചൈതന്യം നിനക്ക് ലഭിക്കുമെന്ന് ഈ അമ്മയോട്, ഈ സ്ത്രീയോട് ഇത് പറഞ്ഞു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേ ഈ സ്ത്രീ രോഗബാധിതയായിട്ട് മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞപ്പോഴേ ഇവരെ കുറിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഭർത്താവും അതുപോലെ തന്നെ മൂത്ത മകനും വരികയാണ്. മൂത്ത മകൻ വന്നിട്ട് എന്നൊരു കാര്യം പറയാണ്, അമ്മ മരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ചുറ്റുമുണ്ടായിരുന്നു. അമ്മ മരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ചുറ്റുമുണ്ടായിരുന്നു. അപ്പച്ചന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടം നിറഞ്ഞ നിമിഷമാണ് അത്. അപ്പച്ചൻ എന്റെ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സെലീന, നീ മരിക്കുകയല്ലേ? കഴിഞ്ഞ 30-31 വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു. ഒരിക്കൽ പോലും ഒരു സമാധാനം ഞാൻ നിനക്ക് തന്നിട്ടില്ല. എന്നും നിനക്ക് ഞാൻ പീഡകളും ഞെരുക്കങ്ങളും എല്ലാം ഞാൻ നിനക്ക് തന്നു. നീ സമാധാനപൂർവ്വം മരിക്കുകയല്ലേ? ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പന്റെ പ്രാർത്ഥന, മരിക്കുന്ന അമ്മയുടെ ഇരിക്കുന്ന പ്രാർത്ഥന ഈ മകൻ കേട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമ്മ അവസാനത്തെ ശ്വാസം വലിക്കുകയാണ്. അവൻ പറയാണ്, ഒരു പ്രകാശം മുകളിലേക്ക് പോകുന്നത് പോലെ ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രകാശം മുകളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇതെന്താണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണുനീരെല്ലാം തുടച്ച് വീണ്ടും നോക്കിയപ്പോഴേ ഏതാണ്ട് 5 മിനിറ്റ് നേരം ഈ മെഴുകുതിരി ദീപനാളം നേരെ ഉയർന്നു പോകുന്നത് പോലെ തന്നെ ഒരു പ്രകാശം ഈ അമ്മയുടെ മുഖത്ത് നിന്ന് നേരെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരുന്നു. ഇതെന്താണെന്നറിയാമോ? ഈ സഹിച്ച ആ മകൾ സെലീനായുടെ ആത്മാവിന് സ്വർഗാരോപണത്തിന്റെ അനുഗ്രഹം മാതാവ് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പൊന്നു മക്കളെ, ഈ കുടുംബജീവിതത്തിൽ ഒത്തിരി സഹിക്കാനുണ്ട്. ഒരമ്മയുടെ സഹനമെന്ന് പറയുന്നത്, ഒരു ഭാര്യയുടെ സഹനമെന്ന് പറയുന്നത് അതൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് നിഗൂഢമാണ്. അതിന്റെ ചൈതന്യം അവൾക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾ ഓർത്തുകൊള്ളണം, എന്റെ അമ്മമാരെ സഹിക്കുന്ന നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങളുടെ സ്വർഗാരോപണത്തിന്റെ മഹത്വമാണത്. ഇനി അവസാനമായി ഒരു ആഭരണം കൂടെ അമ്മയ്ക്കുണ്ട്.
അത് അമ്മയുടെ ത്രിലോകരാജ്ഞി പദമാണ്, സ്വർഗരാജ്ഞി പദമാണ്. ഈ ലോകത്തിലെ ഇത്രമാത്രം പീഡകളും ഞെരുക്കുകളും എല്ലാം അനുഭവിച്ച് കടന്നു വരുന്ന പരിശുദ്ധ മറിയത്തെ ആരാ സ്വീകരിക്കുന്നറിയാമോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം സ്വീകരിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം സ്വീകരിക്കുകയാണ്. ത്രിലോക രാജ്ഞിയായിട്ട് രാജ്ഞി പദം കൊടുക്കുകയാണ്. യേശു ത്രിലോകരാജ്ഞിയുടെ കിരീടം ചാർത്തുമ്പോൾ പരിശുദ്ധാത്മാവ് അവളുടെ പ്രകാശവും മഹത്വവുമായി അങ്ങ് പ്രകാശിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നോക്കിക്കേ, അമ്മയുടെ ആ ആഭരണം അതാണ്. അപ്പൊ 6 ആഭരണങ്ങളാണ് അമ്മയ്ക്കുള്ളത്. 6 ആഭരണങ്ങളാണ്. ഈ 6 ആഭരണവും നമ്മുടെ ആയുധം തന്നെയായി മാറണം. ഇവിടെ ഇരിക്കുന്ന നമ്മളുണ്ടല്ലോ, ഈ മരിയൻ കൺവെൻഷൻ പങ്കെടുക്കുമ്പോഴേ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് എന്താന്ന് ചോദിച്ചാല്, നാമും ഈ അമ്മയെ പോലെ സ്വർഗരാജ്ഞിമാരും രാജാക്കന്മാരും ആകേണ്ടവരാണ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സ്വർഗരാജ്ഞിമാരും രാജാക്കന്മാരുമാകേണ്ടവരാണ് നമ്മൾ. അതിന് ഈ അമ്മയുടെ മാതൃക സ്വീകരിച്ചാൽ മതി. അമ്മയുടെ പരിശുദ്ധമായ മാതൃകയാണ് സ്വീകരിക്കേണ്ടത്. നീനുണ്ടല്ലോ, നമുക്ക് ഒത്തിരി കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ മരിയഭക്തി എന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും വരുന്നതാണ്. പ്രൈസ് ലോർഡ്. അത് ആന്തരികമാണ്. യഥാർത്ഥ മരിയഭക്തി എവിടെ നിന്ന് വരുന്നു? അത് ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും വരാണ്. അത് വരുന്നെങ്കിലെന്നറിയാമോ? അമ്മയോടുള്ള ആദരവ്. അല്ലയോ അമ്മേ അമലോത്ഭവയേ, കേട്ടോ, അല്ലയോ അമ്മേ അമലോത്ഭവയേ എന്ന് മനസ്സിൽ മനനം ചെയ്ത് ധ്യാനിച്ച് അമ്മയെ സ്നേഹിക്കുമ്പോൾ അത് ഹൃദയത്തിന്റെ ആധ്യാത്മികതയായി മാറി. അതൊരു മനോഭാവമായി മാറുകയാണ്. അല്ലയോ അമ്മേ നിത്യകന്യകയെ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മചര്യത്തിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ചാലിച്ചു ചേർത്ത് നാം കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴേ അത് ആന്തരികതയുടെ ആത്മീയതയായി മാറുകയാണ്. അമ്മേ മറിയമേ, നീ സകരക്ഷകയാണല്ലോ, എനിക്ക് രക്ഷ നൽകേണ്ടവളാണല്ലോ. രക്ഷയ്ക്ക് വേണ്ടി എനിക്ക് ആരുമില്ല. ഈശോയെ പ്രാപിക്കാൻ എനിക്ക് ആവില്ല. പിതാവിനെ എനിക്ക് വിളിക്കാനാവുന്നില്ല. പരിശുദ്ധാത്മാവ് എവിടെയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എന്റെ അമ്മ എന്റെ അടുക്കലുണ്ട് എന്ന്. അമ്മ ഒരിക്കലും പിരിയാത്തവളാണ്. വിജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. അമ്മ പറയുന്നതറിയാമോ? ഇതാ അവൾ വാതിൽക്കൽ നിൽക്കുന്നു. പ്രൈസ് ലോർഡ്. അമ്മ നിൽക്കുകയാണ്, അവൾ ഇതാ വാതിൽക്കൽ നിൽക്കുന്നു എന്ന് പറയാണ്. മക്കളെ, മറിയത്തിന്റെ സവിശേഷത അറിയാമോ? മറിയം എന്ന് പറയുന്നവള് ജ്ഞാനം മാംസം ധരിച്ചവളാണ് പരിശുദ്ധ മറിയം. പ്രൈസ് ലോർഡ്. ശക്തമായൊന്ന് കയ്യടിച്ചെന്ന് പറഞ്ഞേ. ജ്ഞാനം മാംസം ധരിച്ചവളാണ് പരിശുദ്ധ മറിയം. വചനം മാംസം ധരിച്ചവൻ ആരാണ്? ഈശോ. പ്രൈസ് ലോർഡ്. ഈ ജ്ഞാനത്തിന്റെ സിംഹാസനം, ജ്ഞാനം മാംസം ധരിച്ചവള് എന്റെ അരികിലുണ്ട്. എല്ലാ അറിവിനെയും ഭേദിക്കുന്ന ഒരു അറിവ്, എല്ലാ സൗന്ദര്യങ്ങളെയും സൗന്ദര്യമായ ഒരറിവ്, ഒരു ജ്ഞാനം, അതാണ് മറിയം. ഈ അമ്മ എന്റെ അടുക്കലുണ്ട്. ഇവിടെയാണ് എല്ലാ പ്രകാശത്തേക്കാൾ പ്രകാശത്തിന്റെ പ്രകാശമായിരിക്കുന്നതാണ് ജ്ഞാനം. എല്ലാ അറിവിന്റെ അറിവായിരിക്കുന്നതാണ് ജ്ഞാനം. എല്ലാ ചൈതന്യത്തിന്റെയും ചേതനയാണ് ജ്ഞാനം. ഈ ജ്ഞാനം മാംസം ധരിച്ചവളാണ് പരിശുദ്ധ മറിയം. അപ്പൊ ഈ ബോധം നമുക്കുണ്ടാകട്ടെ. അപ്പോൾ നമുക്കുണ്ടാകട്ടെ നമ്മുടെ മരിയ ഭക്തി എന്ന് പറയുന്നത് ഇത് ഹൃദയത്തിന്റെയും മനസ്സിന്റെയും മനോഭാവമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, മാതാവിനെ നമ്മൾ സമീപിക്കുന്ന എങ്ങനെയെന്നറിയാമോ? ഒരു ശിശുവിനെ പോലെ ആയിരിക്കട്ടെ. ഒരു കൊച്ചു കുഞ്ഞ് അമ്മയെ വിളിക്കുന്നത് പോലെ, ഒരു കൊച്ചു കുഞ്ഞ് അമ്മയെ വിളിക്കുന്നത് പോലെ. ഈ മിനിഞ്ഞാന്ന് ഒരു സ്ത്രീയും ഒരു കൊച്ചും കൂടെ വന്നു. അപ്പൊ ഞാൻ ഈ കൊച്ചു വലിക്കുന്നതിന്റെ രഹസ്യം എന്താണ്? ഉടനെ അമ്മയുടെ ബാഗ് തുറന്നിട്ട് ബിസ്ക്കറ്റിന് കൂടെ എടുത്ത് കൊടുത്തു. നോക്കിയ കൊച്ചിന്റെ ഭാഷ എന്താണ്? ഉടുപ്പെ പിടിച്ച് വലിക്കുകയാണ്. എന്റെ പൊന്നുമക്കളെ, അമ്മയുടെ ഉടുപ്പെ പിടിച്ചൊന്ന് വലിച്ചേ. നിങ്ങൾക്ക് വിശക്കുമ്പോഴേ, നിങ്ങൾക്ക് സങ്കടമുണ്ടാകുമ്പോഴേ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭാര്യയും നിങ്ങളെ സംശയിക്കുമ്പോഴേ, നിത്യകന്യത്വത്തെ നിങ്ങളുടെ കന്യത്വത്തെ സംശയിക്കുമ്പോഴേ ആ ഉടുപ്പെ പിടിച്ചൊന്ന് വലിച്ചേ. അമ്മയില്ലേ നമുക്ക്? പിന്നെ എന്തിനാണ് നിരാശപ്പെടുന്നത്? അമ്മയുടെ ഉടുപ്പെ പിടിച്ചൊന്ന് വലിച്ചേ. അമ്മ പെട്ടെന്ന് നമ്മുടെ അരികിലേക്ക് തിരിയും. അച്ഛനാണ് മുമ്പിലിരിക്കുന്നൊന്നും അമ്മ നോക്കിയില്ല, എന്താണ് സംസാരിക്കുന്ന നോക്കിയില്ല. പെട്ടെന്ന് കുഞ്ഞിന്റെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് ആ ബാഗ് തുറന്നൊരു ബിസ്ക്കറ്റ് പാക്കിട്ട് ആ കൊച്ചിന്റെ കയ്യിലെടുക്കണം. ഒരു ബിസ്ക്കറ്റ് ചോദിച്ചപ്പോഴേ 9 ബിസ്ക്കറ്റുകളുടെ പാക്കറ്റാണ് അമ്മ കൊടുത്തത്. പ്രൈസ് ലോർഡ്. ഇങ്ങനെ അമ്മയുണ്ട്. ഒരു ബിസ്ക്കറ്റ് ചോദിക്കുമ്പോഴേ 9 ബിസ്ക്കറ്റ് കൊടുക്കുന്ന അമ്മയാണ് ഈ സ്ത്രീ എങ്കിൽ നമ്മുടെ പരിശുദ്ധ അമ്മ എന്താ ചെയ്യുന്നത്? ഞാൻ വീണ്ടും പറയുന്നു, അമ്മയുടെ ഉടുപ്പെ ഒന്ന് പിടിച്ച് വലിക്കണമേ എന്ന്.
ഒരു ശിശുവിനെ പോലെ അമ്മയെ സ്നേഹിക്കുക, ഒരു ശിശുവിനെ പോലെ. മൂന്നാമത്തെ മനോഭാവം നമ്മൾ സ്നേഹിക്കുമ്പോഴേ അമ്മയുടെ സൗരഭ്യം നമുക്ക് കിട്ടും. നമുക്ക് ഇവിടെ ഒരു ബാബു അച്ഛനില്ലേ, ബാബു അച്ഛൻ അറിയാമോ? ബാബു അച്ഛൻ ഒരു പുണ്യവാനാണ്. എന്താണെന്നറിയാമോ? അമ്മയുടെ കൂടെയാണ് അവൻ, അമ്മയുടെ കൂടെയാണ്. അമ്മ സുഗന്ധം കൊണ്ട് ആ മോനെ തീറ്റിപ്പോറ്റുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇവിടെ നടക്കുന്ന ഈ കൺവെൻഷന് വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാം ചെയ്തു, എല്ലാം സജ്ജീകരിച്ച ശേഷം പിന്നെ എവിടെയാ നോക്കുന്നറിയാമോ? അടുക്കളയിൽ കുശിനിയിൽ. ഇതാണ് മാതൃത്വത്തിന്റെ സ്നേഹമാണ്, ഇതാണ് മരിയ ഭക്തി. എന്റെ പൊന്നുമക്കളെ, നമ്മളുണ്ടല്ലോ, ഈ മരിയ ഭക്തി നമ്മൾ പ്രായോഗികമാക്കണം. എവിടെയെന്നറിയാമോ? വീടുകളിൽ നമ്മൾ ആരും അറിയാതെ ശുശ്രൂഷിക്കുക. കാരണം എന്തറിയാമോ? ഇവിടെ അമ്മയുണ്ട്. അങ്ങനെ ഒന്ന് ശുശ്രൂഷിക്കുമ്പോൾ ബാബുവച്ചൻ പറയും, മാതാവിന്റെ സുഗന്ധം കിട്ടി, മാതാവിന്റെ സുഗന്ധം എനിക്ക് കിട്ടുന്നുണ്ട് എന്ന്. ഇവിടെ ഈ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അച്ഛൻ പറയും, മാതാവിന്റെ സുഗന്ധം എനിക്കുണ്ട് എന്ന്. ഇതാ മക്കളെ, മാതാവിനെ അനുഭവിക്കാനുള്ള മാർഗം ഇതാണ്. ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടണ്ട. മാതാവിതാ ചെയ്ത് എല്ലാം ഒരുക്കി വെച്ചു കേട്ടോ, എല്ലാം ഒരുക്കി വെച്ചു. കല്യാണത്തിന് ചെന്നു, വിവാഹത്തിന് ചെന്നിട്ട് കാനായി വെച്ച് അമ്മ ഒരൊറ്റ വാക്ക് പറഞ്ഞു, വീഞ്ഞില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. മോനെ, വീഞ്ഞില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ വീഞ്ഞ് വിളമ്പി കൊടുത്തെടുത്ത് അമ്മയൊന്നില്ല, ഞാൻ കാരണമായത് കേട്ടോ എന്ന് പറഞ്ഞില്ല. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞിട്ടാണെന്ന് അമ്മ പറഞ്ഞില്ല. അമ്മയുണ്ടല്ലോ, അമ്മ മിണ്ടാതിരിക്കുക. ഇതാണ് മരിയൻ ഭക്തി എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ വേണം. നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ വീടുകളില്, നമ്മുടെ തൊഴിൽശാലകളില്, നമ്മുടെ യാത്രകളില് ഇതുപോലെ ആരും അറിയാത്ത സുഹൃത്തുക്കൾ ചെയ്യാൻ നോക്കുക. അമ്മയുടെ വലിയ സവിശേഷതയാണ് ആരും അറിയാത്ത സുഹൃതം ചെയ്യാന്നുള്ളതാണ്. ആരും അറിയാത്ത ശുശ്രൂഷ, ആരും അറിയാത്ത സേവനം. എന്റെ പൊന്നുമക്കളെ, ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ ഒരിക്കലും ചേച്ചി വന്നിട്ട് പറയാണ്, അച്ഛനൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് തുണി പൊക്കി കാണിച്ചു. അപ്പൊ ഞാൻ ഇനിയും പൊക്കരുത് എന്ന് പറയും. കാരണം കാലിന്റെ മുട്ടുവരെ പൊക്കിയുള്ളൂ, കാലിന്റെ മുട്ടുവരെ പൊക്കരുത്, ഇനിയും പൊക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ പറയാണ്, അച്ഛൻ നോക്കിക്കേ, കഴിവ് എന്റെ കെട്ടിവന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന മുട്ടുകുത്തി മണലെ തിരിച്ചിട്ട് മുട്ടുകുത്തി ചെയ്യുന്ന സംഗതിയാന്ന് പറഞ്ഞിട്ട് വിധമറിയാൻ പറ്റിയ. അപ്പോഴേ അമ്മയുടെ ആ ചൈതന്യം പറയുമ്പോൾ അത് വിശുദ്ധമായിരിക്കട്ടെ എന്നുള്ളതാണ്. വിശുദ്ധമായ ഭക്തി നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ മക്കളെയും ചെയ്യുമ്പോഴല്ലോ പരിശുദ്ധ മറിയം അമ്മയുടെ സുഹൃതങ്ങൾ മുഴുവൻ നമ്മിലേക്ക് ഒഴിക്കും. അമ്മയുടെ സുഹൃതങ്ങൾ കൊണ്ട് തന്നെ നിറയ്ക്കും. എനിക്ക് വലിയൊരു ആഗ്രഹം, ഈ കൺവെൻഷനിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് അറിയാമോ? എന്റെ ഈശോയെ, എനിക്കൊരു കൊച്ചു പ്രാർത്ഥനയുള്ളൂ കേട്ടോ ഈശോയെ. എന്താണെന്നറിയാമോ? ഈ ഇല്ലിത്തോട്ടിലെ സഹോദരന്മാരുടെയും ഇല്ലിയൊരു സൂത്രമുണ്ട്, മുള്ളുണ്ട്. ഈ ഇല്ലിത്തോട്ടിലെ ഈ മക്കളുണ്ടല്ലോ, ഈ ഒരു ഇല്ലി പോലാകരുത്. ഇല്ലിക്കെല്ലാം മുള്ളുണ്ട്. മുള്ളില്ലാത്തവർ മുളയാകട്ടെ എന്ന് പറഞ്ഞാലേ ഇവരുടെ കുടുംബത്തിൽ പരിശുദ്ധിയുടെ സുഹൃത്തുക്കൾ കൊണ്ട് നിറഞ്ഞവരായിരിക്കട്ടെ. പാല് കിട്ടാൻ തണ്ടുകാലിക്ക് 20 ലിറ്റർ പാല് കിട്ടാനുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ മോളുടെ കല്യാണം, മോന്റെ കുടിമാറണം, കെട്ടിയാന്റെ ഇടിനിക്കണം, ഇതെല്ലാം അച്ഛന്റെ ജോലിയാണ്. അതേപോലെ മുള്ളുള്ളതെല്ലാം കളഞ്ഞേക്കാൻ. അത് മാതാവ് പ്രാർത്ഥിക്കപ്പെടുന്നവരെ മാതാവ് സുഹൃത്തുക്കൾ കൊണ്ട് നിങ്ങളെ അങ്ങ് മൂടാൻ തുടങ്ങും. ഇനി ഒരു കാര്യമുണ്ട്, സ്ഥിരത എന്ന് പറയുന്നത്. യഥാർത്ഥ മരിയൻ ഭക്തി എന്ന് പറയുന്നുണ്ടല്ലോ മക്കളെ. 2 മണിക്ക് എഴുന്നേറ്റിരുന്ന മക്കൾ എഴുന്നേറ്റ് കൊന്തയെന്നിക്ക്, പുലർച്ചെ എഴുന്നേറ്റിരുന്ന കൊന്തയെന്നിക്ക്. സ്ഥിരമായിരിക്കട്ടെ നിങ്ങളുടെ ഭക്തി. സ്ഥിരമായ ഭക്തിയാണ് നമുക്ക് വേണ്ടത്. ആ